bad luck. Huh? Mr. Mohammed Sarkar, now you can start with. Thank you, Your Honor. ഇരിക്കണം. Yes. എന്താ പേര്? രാമചന്ദ്ര അടിക. മലയാളിയല്ല? അല്ല, പക്ഷേ മലയാളം പറയാൻ കഴിയും. എഴുതാനും വായിക്കാനും അറിയില്ല. സ്വദേശം? മംഗലാപുരത്തിനടുത്ത് ഗദ്ദികഹള്ളി. ഏതുവരെ പഠിച്ചു? ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, കൊമേഴ്സ്യൽ ആർട്ടിൽ. സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രസ് ഫോട്ടോഗ്രാഫി അല്ലേ? അതെ. സോ യു ആർ എ ഫോട്ടോഗ്രാഫർ ബൈ പ്രൊഫഷൻ? അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പറയണം. ആരെയും ഭയപ്പെടാതെ പറയൂ. വിച്ച് ഫേം? ഷെട്ടി കോർപ്പറേഷൻ. ഈ ഷെട്ടി കോർപ്പറേഷനിൽ ഒരു കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർക്ക് എന്താണ് ജോലി? ഞാനിവിടെ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസൈനിങ് സെക്ഷനിലെ സീനിയർ ഫോട്ടോഗ്രാഫർ കം വിഷ്വലൈസറാണ്. ഗുഡ്. ഈ മരിച്ചു കിടക്കുന്ന ആളാരാണെന്ന് അറിയോ മിസ്റ്റർ രാമചന്ദ്ര അടികയ്ക്ക്? അറിയാം. ആരാ? റഹീം ഹാജി. ഈ ഫോട്ടോഗ്രാഫ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഇത് മാതൃരാജ്യം പത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മിസ്റ്റർ രാമചന്ദ്ര അടിക റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം മാത്രം ഒരു മലയാള ദിനപത്രം ശ്രദ്ധിക്കാൻ എന്താ പ്രത്യേകിച്ച് കാരണം? അതും മാതൃരാജ്യം. ധൈര്യമായി പറയൂ. ഒരു ക്രിയേറ്റീവ് ടെക്നോക്രാറ്റിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നാവുന്ന എന്തെങ്കിലും പ്രത്യേകത ഈ ഫോട്ടോഗ്രാഫിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടാവും, ഇല്ലേ? ഇല്ല. പിന്നെന്താ ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? ബിക്കോസ് ഈ ചിത്രങ്ങൾ എടുത്തത് ഞാനാണ്. Yes. Repeat. Repeat loud. I told you already. Yes, Your Honor. I took these photographs. Means ഹാജി വെടിയേറ്റ് വീണ് നിമിഷങ്ങൾക്കകം. അതെ. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത ചിത്രങ്ങളിൽ മാത്രം രക്തം പടർന്നതായി കാണാത്തത്. ബ്ലീഡിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ, റൈറ്റ്? യെസ്. മൂർത്തി, Your Honor, you may please verify the photographs, negatives and the computer reports. റഹീം ഹാജിയെ കൊലയാളികൾ വധിക്കുമ്പോൾ ദൃക്സാക്ഷിയായി നിങ്ങൾ അടുത്തുണ്ടായിരുന്നു. Make it crystal clear. You witnessed the murder. Yes or no? Yes, I witnessed. Repeat and explain. റഹീം ഹാജിയെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പിടഞ്ഞു മരിച്ച് വിത്തിൻ സെക്കൻഡ്സ് ഐ ടുക്ക് ദീസ് ഫോട്ടോഗ്രാഫ്സ്. അരമണിക്കൂറിനുള്ളിൽ ഞാനത് പ്രോസസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഷെട്ടി സാറിനെ ഏൽപ്പിച്ചു. Continue. ഷെട്ടി സാർ അപ്പൊ തന്നെ മാരാർ സാറിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ തന്നെ മാതൃരാജ്യം ഓഫീസിൽ പോയി ഫോട്ടോഗ്രാഫ്സ് എല്ലാം മാരാർ സാറിനെ ഏൽപ്പിച്ചു. He paid me well. How much? $1,000. Thank you, Mr. Ramachandra Adiga. Please. That's all, Your Honor. Attention, Mr. Narendra Shetty. എല്ലാം കേട്ടല്ലോ? Anything wrong about your end? Nothing, Your Honor. Whatever the truth he has said is absolutely right, Your Honor. Your Honor, can I ask him one question? ഒരേ ഒരു ചോദ്യം. Carry on. Thank you. സത്യത്തിൽ ഈ ചോദ്യം മിസ്റ്റർ മുഹമ്മദ് ചോദിക്കേണ്ടതാണ്. മറന്നതാവും. ഞാൻ തന്നെ ചോദിക്കാം. നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു. And took those photographs. Right? അതെ. പക്ഷേ റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞാനാണോ? Is it me? അല്ല. That's all, Your Honor.
സർ, ഹി ഈസ് ലൈങ്. ട്രൈ ടു പ്രൂവ് ഇറ്റ് മിസ്റ്റർ മുഹമ്മദ്. ഷെട്ടി അല്ലെങ്കിൽ പിന്നെ ആരാടോ റഹീം ഹാജിയെ കൊന്നത്? ചക്രപാണി. ചക്രപാണി? Who the hell is he? മിസ്റ്റർ മുഹമ്മദ്, കൺട്രോൾ യുവർ സെൽഫ്. ഐ എം സോറി യുവർ ഓണർ. ആരാണ് ഈ ചക്രപാണി? ഞാനാണ്. ഞാൻ ചക്രപാണി, നാടക ഡയറക്ടർ. രാമചന്ദ്ര പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ കൊന്നത് റഹീം ഹാജിയെ? അതെ, ഞാനാണ്. എന്തിന്? വളരെ കഷ്ടപ്പെട്ടാണ് സാറേ ഞാനൊരു നാടക ട്രൂപ്പ് തല്ലിക്കൂട്ടിയത്. ഭാഗ്യത്തിന് എൻ്റെ രചനയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി. നല്ല ഹിറ്റായിട്ട് മലബാർ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ നാടകത്തിന് പെട്ടെന്നൊരു ദിവസം മുതൽ കല്ലേറും കൂക്കുവിളിയും തുടങ്ങി. ഇതെല്ലാം ഹാജിയുടെ ആൾക്കാരാ, കൂലിത്തല്ലുകാര്. മരിച്ച റഹീം ഹാജിക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങളോടും നിങ്ങളുടെ നാടകത്തിനോടും വിരോധം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അയ്യോ, അത് വെറും തെറ്റിദ്ധാരണയാ സാറേ. നാടകത്തിലെ ഒരു മുസ്ലിം കഥാപാത്രത്തിന് റഹീം ഹാജിയുടെ ഭാര്യയുടെ ഛായ ഉണ്ടെന്ന് ആരോ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഒരു കണക്കിന് ഹാജിയാരെ കുറ്റം പറയാൻ പറ്റുകയല്ല സാറ്. ഉദാഹരണത്തിന് സാറിന്റെ ഭാര്യ തന്നെ നട്ടുപ്പാതിരയ്ക്ക് സാറ് കിടന്നുറങ്ങുമ്പോൾ അയൽവക്കത്തുള്ള ഏതോ ഒരു തെങ്ങേറ്റക്കാരൻ്റെ അവിടെ ജിഞ്ചിലാക്കിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ നാടകം കളിച്ചാൽ സാറാണേലും സഹിക്കുമോ സാറേ? Stop it, please, sir. I said stop it, both of you. What's happening here? What? Please. Order, order. I'm sorry, sir. ഇവൻ ആരടാ, പോലീസോ അതോ ഗുണ്ടയോ? അവന്റെ നോട്ടം കണ്ടില്ലേ?
റഹീം ഹാജി കൊലക്കേസ് അതിസമർത്ഥമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റവാളി പിടിയിൽ, പാവം ചക്രപാണി അകത്ത്. ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്. എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടിയെ ഒന്നും തൊടാനാവുന്നില്ല. വൈ? ദാറ്റ് ഈസ് മണി. മണി മേക്സ് പവർ. പവർ മാനിപ്പുലേറ്റ്സ് എവറിഥിങ്. ഐ എം സോ റിച്ച് ബിയോണ്ട് യുവർ റീച്ച്. നരേന്ദ്ര ഷെട്ടി തനിക്ക് പറ്റിയ പ്ലേമേറ്റ് അല്ല കുട്ടി. കുറ്റാന്വേഷണ വൈദഗ്ധ്യത്തിന് ഒരു പോലീസ് മെഡലും വാങ്ങി ചുമ്മാ ഷൈൻ ചെയ്ത് ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷൻ തലയ്ക്ക് പിടിച്ച് മുഹമ്മദ് സർക്കാർ IPS ഒരു സാധാ സ്ട്രീറ്റ് ഫൈറ്ററുടെ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് മഹാ നാണക്കേടാണെന്ന് പറഞ്ഞു കൊടുക്കണോ പണിക്കറ ഇയാളോട്? ഇറ്റ് ഈസ് ഓൺലി മസിൽ പവർ ആൻഡ് എനർജി. അത് കൂലിക്കെടുക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഐ ഡു ഓൾവേസ്. ഓൾവേസ്? വൈ നോട്ട്? രാത്രി ബെഡ്റൂമിൽ നിന്റെ ഭാര്യയ്ക്ക് ഒരു അല്പം കൂടി മസിൽ പവറും എനർജിയും കിട്ടിയാലേ ഉറക്കം ശരിയാവും തോന്നിയാൽ അത് നീ കൂലിക്കാളെ എടുത്ത് തരപ്പെടുത്തി കൊടുക്കാറുണ്ടടാ പന്ന. കണ്ടില്ലേ? തിരിഞ്ഞു നോക്കടാ. ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ദാ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ കൂലിക്കെടുത്ത മസിൽ പവർ. ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെക്സ്റ്റ് ബുക്ക് പോക്കറ്റിൽ കാശുള്ള ഏത് ചെറ്റയ്ക്കും വിലയ്ക്ക് വാങ്ങാം. അതിന് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും കൂലിക്ക് കിട്ടും. ഏത് നിയമത്തിന്റെയും അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയതൊന്നും മതിയാവില്ല നരേന്ദ്ര. വർഷാവർഷം നോമ്പ് നോറ്റും ദിവസം 5 നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണടാ ഈ മുഹമ്മദ് സർക്കാർ. അവൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക്. യെസ്, the D-Day is coming. Beware. I'll react on you. Good luck. എടോ, താൻ മൊറാൾ സംഭവം എന്ന് കേട്ടിട്ടുണ്ടോ? കയ്യൂർ വെടിവെപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു സാർ. ആ, താനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതിന്റെ മുന്നണി പോരാളി ആയിരുന്നടോ ഈ ഞാൻ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ആ പരിസരത്തെങ്ങും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. എമ്പോക്ക് തന്നെ പറയുന്നു. എടോ, താനൊരു വിപ്ലവകാരിയുടെ ഇന്റഗ്രിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, സാറിന്റെ തന്നെ പാർട്ടിയിലെ വല്യമാൻ പറയുന്നതാ. അനക്കറിയാടോ ആ വല്യമാനെ? പോളിറ്റല്ലേ പോളിറ്റ്. പറ്റിയ അവസരം വരട്ടെ, ഓന്റെ ബ്യൂറോ ഞാൻ വെട്ടി നിർത്തും. അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല, നമ്മളൊന്നും പറയുന്നില്ല, എല്ലാം സാറ് തന്നെയാണ് പറയുന്നത്. അതെ, ഞാൻ പറയുന്ന കാര്യം ഞാനല്ലാതെ പിന്നെ താൻ പറഞ്ഞാൽ ശരിയാകൂ. അത് കൊള്ളാം. താൻ ഇന്നലെ എന്ത് പോക്കരത്തിലാണ് ആ കോടതി കിടന്ന് കാണിച്ചത്? വിപ്ലവം കൊടിമൂത്തുന്ന കാലത്ത് പോലും കോടതി കയറിയാൽ ഞങ്ങളൊക്കെ പരമാവധി 2 മുദ്രാവാക്യം വിളിക്കും, അതും ആരും കേൾക്കാതെ. ഇതാണോ നിരപരാധിനെ പിടിച്ച് അപരാധിയാക്കിയതും പോരാ, യഥാർത്ഥ അപരാധിനെ ഇയാൾ തൂക്കിയെടുത്തോണ്ടൊന്ന് കൂട്ടി നിർത്തിയപ്പോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവനിട്ട് വെച്ച് കീറിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇവിടെ നോക്കൂ. തല പോലെ കാര്യങ്ങൾ പറയുമ്പോ അയൽവക്കത്തെ തെങ്ങുമേലുള്ള തേങ്ങ നിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. ആ, അവിടം കൊണ്ട് നിർത്തിയോ? കോടതി മുറ്റത്തോട്ടിറങ്ങി നേരത്തെ അടിയല്ലായിരുന്നു? ഒരുമാതിരി പൂരപ്പറമ്പില് ആന വരണ്ട പോലെ. അവൻ പയ്യൻ, പ്രായക്കുറവ്, അതിന്റെ വിവരക്കേട്. താൻ അവിടെ എന്ത് ചെയ്യായിരുന്നു? എന്റെ പൊന്ന് സാറേ, സീനിയർ നിന്ന് ലാൻഡ് ഓർഡർ ഇട്ട് ഇണ്ടനടിക്കുമ്പോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും സാറേ? പിന്നെ ഞാൻ നോക്കിയും കണ്ട് നിന്നതുകൊണ്ട് ഇങ്ങേരുടെ തടി രക്ഷപ്പെട്ടു. ഓ, ഞാനെന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തൊരു എളിമ! ഈ കണ്ട ചെയ്തെല്ലാം ചെയ്തു കൂട്ടിയത് ഇയാളാണെന്ന് ഈ മോന്ത കണ്ടാൽ ആരെങ്കിലും പറയൂ? മുഹമ്മദേ, now I am serious. ഇനി എന്തെങ്കിലും മേജർ ആക്ഷൻ എടുക്കണമെങ്കിൽ അതെന്റെ പെർമിഷനോടെ മാത്രം മതി. എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനുള്ള പെർമിഷൻ അങ്ങ് എനിക്ക് ഇപ്പൊ തരണം. എന്താണ് ഇഷ്യൂ? ചതി. ചതിക്കുത്തരം മുറിപ്പത്തല്. അതിന് പെർമിഷൻ വേണ്ട, ഓൺ ദ സ്പോട്ട് കൊടുത്തോൺ. താങ്ക് യു സർ. ഇറങ്ങി പോടോ എന്റെ മുമ്പിൽ നിന്ന്. എടാ, തന്നോടല്ലേ പറഞ്ഞ ഇറങ്ങി പോവാൻ? MA സൈക്കോളജിയാ പഠിച്ചേ? അല്ല, എക്കണോമിക്സ്.
പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ അനക്ക് എങ്ങനെ മനസ്സിലായി? ഈ ഇപ്പൊ വീക്ക് വിട്ട നസ്രാണി പോത്തനല്ലേ ജോൺ വർഗീസ്, നമ്മുടെ DYM-ന്റെ പിള്ളേരെ വിട്ടിട്ട് ഓലിട്ട് 2 പിഴക്കണമെന്ന് ഞാനും കുറെ നാളായി വിചാരിക്കണു. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. എന്താണ് സാർ കാര്യം? ക്രിസ്തുമസിന് പോലും പള്ളിയിൽ പോകാത്ത തെണ്ടി മലയാള മാസം 1-ാം തീയതി ആകുമ്പോ ഗുരുവായൂർ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത് കാണാം. ഭരണം മാറിയൊന്നും അറിഞ്ഞിട്ടില്ല അവൻ. ഇപ്പോഴും മറ്റവന്റെ ആളാ. ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് പറയും, അവിടെ നടക്കുന്നത് ഇവിടെ വന്ന് പറയും. എല്ലാം കൂടെ ചേർത്ത് പോളിറ്റിക്സ് അങ്ങോട്ട് പ്യൂറും. ഏത് ഷെട്ടി ചാടിപ്പോയി, എനക്കറിയാം. ഓൻ ചതിച്ചതാ ജോൺ. സാരയിലിടൂ, ഷെട്ടിക്ക് താനത്തെ ചൂണ്ടയ്ക്കും കൊളുത്തിനും ബലം പോരാ. എന്താ അടുത്ത സ്റ്റെപ്പ്? വെറും ഒരു റഹീം ഹാജി കൊലക്കേസിൽ ഒതുങ്ങുന്നതല്ല ഷെട്ടിയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി. അവനെക്കുറിച്ച് കേട്ട അതിശയോക്തികളെല്ലാം ഒരുപാട് ആംപ്ലിഫൈഡ് ആണെന്ന് ആദ്യം എനിക്കും തോന്നിയിരുന്നു. നോ, ടു ലോങ്, ടു ഹൈ ആൻഡ് വെരി ഡീപ്. ഇത്ര വലിയൊരു ആന്റി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ മോട്ടിവേഷനാണ് പിടികിട്ടാത്തത്. സർ, വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം എന്നറിയാൻ. അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഇൻ ഷെട്ടീസ് കേസ്. ഇടയ്ക്ക് ഒരു അല്പം നാറ്റം അടിച്ചാലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിധിക്ക് പുറത്തു നിന്ന് കളിക്കാനും അങ്ങനെ അനുവദിക്കണം, അത്യാവശ്യ ഘട്ടത്തിൽ. അതായത് നിന്നെ അഴിച്ചു വിടണം. പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാലുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തിരുമണ്ടനാവണം. നാടിന്റെ നന്മയ്ക്കല്ലേ? ആവാം. സഖാക്കളൊക്കെ സഹായിച്ച് എനിക്കിപ്പോ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. കോമാളി. ഇല്ല സർ, കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ. ദാറ്റ്സ് യു. അങ്ങ് മാത്രം. സലാം. സലാം.